കണ്ണൂരിൽ 8 മാസം പ്രായമായ കുഞ്ഞിന് മരുന്നു മാറി നൽകി എന്ന് പരാതി. മരുന്ന് ഓവർഡോസ് ആയതിനെ തുടർന്ന് കുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പനിക്കുള്ള കാൽപോൾ സിറപ്പിനു പകരം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാൽപോൾ ഡ്രോപ്സ് ആണ് നൽകിയതെന്ന് പിതാവ് പറഞ്ഞു. ഡോക്ടർ നമ്മൾക്ക് മരുന്ന് കുറിച്ച് വന്ന് നമ്മളത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി രാത്രിക്ക് ഒരു നേരം കൊടുത്തു. അത് 5 ml ആണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കാൽപോളാന്ന് 5 ml കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്ത് പിന്നെ അന്നേരം പനി കുറച്ച് കുറഞ്ഞിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ വീണ്ടും കൊടുത്ത് പിന്നെ വൈകുന്നേരം പിന്നെ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മരുന്ന് തീർന്ന് ആ ഡ്രോപ്സിൽ വരുന്നില്ല. അങ്ങനെ നമ്മൾ മരുന്ന് നോക്കുന്നത്. ആ നോക്കുന്ന സമയത്താണ് കണ്ടത് ഇത് സിറപ്പല്ല ഡ്രോപ്സാണ്, മരുന്ന് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ കണ്ടപാട് പറഞ്ഞു ഇത് ഓവർ ഡോസായി പോയി, ഇത് ഞാൻ എഴുതിയ മരുന്ന് ഇതല്ല, ഞാൻ എഴുതിയത് സിറപ്പാണ്, ഇത് ഡ്രോപ്സാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ബന്ധുക്കളുടെ പരാതിയിൽ പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അരുൺ, പറയൂ. ജിക്ക് ശനിയാഴ്ചയാണ് ഈ കുഞ്ഞിന് പനി ബാധിച്ച് പഴയങ്ങാടിയിലെ ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടിയത്. അവിടെ നിന്ന് ഡോക്ടർ കുറിച്ചു നൽകിയ മരുന്നുമായി മെഡിക്കൽ ഷോപ്പിലെത്തുന്നു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പക്ഷേ ഈ മരുന്ന് മാറിയാണ് നൽകിയത്. സിറപ്പാണ് ഡോക്ടർ കുറിച്ചു നൽകിയത്, പക്ഷേ ഡ്രോപ്സ് ആണ് ഈ കുഞ്ഞിന് അവിടെ നിന്ന് നൽകിയത്. അതായത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡ്രോപ്സ് ആണ് നൽകിയത്. അത് ഈ സിറപ്പിൻ്റെ അതേ അളവിൽ ഈ ഡ്രോപ്സ് കുഞ്ഞിന് നൽകുകയും ചെയ്തു. ഇതോടെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നീട് അത് കരളിനെ നേരിട്ട് ബാധിച്ചു എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ആരോഗ്യനില ഗുരുതരമായതിനു ശേഷമാണ് കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ എത്തി പരിശോധിച്ചപ്പോൾ കരളിനെ ബാധിച്ചിരുന്നു. ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ഇന്നലെ ഉള്ള ആരോഗ്യനിലയിൽ നിന്നും അല്പം മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു അശ്രദ്ധ തന്നെയാണ്, അത് ഏകദേശം വ്യക്തമാകുന്നുണ്ട്. കൃത്യമായി ഡോക്ടർ കുറിച്ചു നൽകിയ ആ മരുന്നിൻ്റെ കുറിപ്പും അതോടൊപ്പം തന്നെ ഈ ബില്ലിൽ മെഡിക്കൽ ഷോപ്പ് നൽകിയ ബില്ലിൽ കുറിച്ചിട്ടുള്ളതും അത് രണ്ടും വ്യത്യാസമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ മെഡിക്കൽ ഷോപ്പിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഒരു പ്രാഥമിക അന്വേഷണം കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ ഒരു അശ്രദ്ധയിൽ ഒരു 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. എന്തായാലും ഇപ്പോൾ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അല്പം ആരോഗ്യനിലയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്, മെച്ചപ്പെടുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ. ആരോഗ്യനിലയിൽ മെച്ചമുണ്ടാകുന്നു എന്നത് നമുക്ക് ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ ഈ പനിക്കുള്ള കാൽപോൾ സിറപ്പിന് പകരം കാൽപോൾ ഡ്രോപ്സ് നൽകി എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നീട് ഈ മെഡിക്കൽ സ്റ്റോറിനെതിരെ എന്തെങ്കിലും ഒരു നടപടി, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അത് തുടങ്ങിയിട്ടുണ്ടോ ഇപ്പോൾ അരുൺ? അരുൺ, ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക? അജിക്ക്, ഇപ്പോൾ എന്തായാലും പോലീസ് ഈ മെഡിക്കൽ ഷോപ്പിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും കൂടുതൽ നിയമ നടപടി ഈ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർക്ക് എതിരെ ഉൾപ്പെടെ ഉണ്ടാകും. കാരണം ഇതിൽ വ്യക്തമായി തന്നെ, അതായത് ഡോക്ടർ കുറിച്ച് നൽകിയിട്ടുള്ള ആ കുറിപ്പിൽ ഇതിൽ സിറപ്പാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ മെഡിക്കൽ ഷോപ്പിൽ നൽകിയിട്ടുള്ള ബില്ലിൽ ഈ മരുന്ന് ഡ്രോപ്സ് ആണ് നൽകിയിട്ടുള്ളത്. അത് കൃത്യമായി തന്നെ അതിൻ്റെ വ്യത്യാസം കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഈ കുഞ്ഞിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ ഉടനടി തന്നെ കേസെടുത്തത്. ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തുടർ നടപടികൾ ഉണ്ടാകും. ഇനി അറിയേണ്ടത് ആരോഗ്യവകുപ്പിൻ്റെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് DMO ഉൾപ്പെടെ പറയുന്നത്. ആ രീതിയിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികൾ, കേസ് മാത്രം പോരാ, അതിൽ കൂടുതൽ നിയമ നടപടികൾ വേണം എന്നതാണ് ഈ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്.